ഇപ്പോൾ പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ റോഡ് ഷോ നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഷാഫി പറമ്പിലുണ്ട്. ആ വാഹനത്തിൽ ഇന്നലെ കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യരെ ഉൾപ്പെടുത്തിയുള്ള വലിയ UDYF-ന്റെ റോഡ് ഷോ പാലക്കാട് നഗരം സാക്ഷ്യം വഹിച്ചതാണ്. ഇന്നിപ്പോൾ നാളെ അവിടെ കലാശക്കൊട്ടാണ്. അവസാന നിമിഷ പ്രചാരണമാണ്. കൂടുതൽ വോട്ടർമാരിലേക്ക് എത്താനുള്ള ശ്രമത്തിൻ്റെ കൂടി ഭാഗമായാണ് സ്ഥാനാർത്ഥികൾ ഇന്ന് വിശ്രമമില്ലാത്ത പ്രചരണത്തിലാണ്. ഓടി നടന്ന് വോട്ടർമാരെ കാണുന്ന തിരക്കിലായിരുന്നു. ഈ ദിവസത്തിൻ്റെ ഒടുവിൽ റോഡ് ഷോയുമായാണ് UDF സ്ഥാനാർത്ഥി ഇപ്പോൾ പ്രചരണം നടത്തുന്നത്. KC വേണുഗോപാൽ അടക്കം മുതിർന്ന നേതാക്കൾ പാലക്കാടുണ്ട്. കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനമാകെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. മറ്റു മുന്നണികളെ പോലെ തന്നെ ഏറ്റവും വാശിയേറിയ പ്രചാരണം, ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ കണ്ട പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്കാണ് കടക്കുന്നത്. നാളെ വൈകുന്നേരമാണ് കലാശക്കൊട്ട്. 20-ന് വിധി എഴുതും പാലക്കാട്. നിരവധി കൂറുമാറ്റങ്ങളും ഒപ്പം ആരോപണ പ്രത്യാരോപണങ്ങളും വിമത ഭീഷണിയും ഒക്കെ നേരിട്ടാണ് കോൺഗ്രസ് അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യരെ കൂടി കോൺഗ്രസ് ക്യാപ്പിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു പ്രഹരം BJPക്ക് നൽകിക്കൊണ്ടാണ് പ്രചാരണത്തിൽ ഇപ്പോൾ സജീവമാകുന്നത്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട്. അശ്വിൻ, ഇന്നലെയും സമാനമായി വലിയ പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ടായിരുന്ന UDYF-ന്റെ റോഡ് ഷോ കണ്ടതാണ്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ മണ്ഡലം ഇളക്കി, നഗരം ആകെ ഇളക്കി മറിച്ചുകൊണ്ടുള്ളൊരു റോഡ് ഷോ അതൊരു പതിവ് കാഴ്ചയായി മാറുന്നുണ്ട്. പ്രചരണത്തിൻ്റെ അവസാന മണിക്കൂറുകളാണ്. എല്ലാ സ്ഥാനാർത്ഥികളും ഈ ഓടി നടന്ന അവസാനഘട്ടം സ്ഥാനാർത്ഥികളെ ഈ വോട്ടർമാരെ കാണാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാന മണിക്കൂറിലെ പ്രചാരണം കൂടിയാണ് ഇത്. ഇനിയിപ്പോൾ നാളെ കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുകയാണ്. അതിന് മുന്നോടിയായി മണ്ഡലം ഇളക്കി മറിക്കാനുള്ള ഒരു അവസരമാണ് UDF ക്യാമ്പിനെ സംബന്ധിച്ച്. അത് അവർ കൃത്യമായി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, കണ്ണാടി പഞ്ചായത്തിലാണ് ഇന്നത്തെ റോഡ് ഷോ നടക്കുന്നത്. UDF-നെ സംബന്ധിച്ച് അത്ര വലിയ ശക്തിയില്ലാത്ത, അല്ലെങ്കിൽ വലിയ സ്വാധീനമില്ലാത്തൊരു പഞ്ചായത്താണ്. അവിടെയാണ് നൂറുകണക്കിന് പ്രവർത്തകരെ ഇറക്കിയുള്ള ഒരു റോഡ് ഷോ, ബൈക്ക് റാലി, വാഹന റാലി ഇപ്പോൾ UDF സംഘടിപ്പിച്ചിരിക്കുന്നത്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവുമാണ് പ്രചരണ വാഹനത്തിലുള്ളത്. വഴിനീളെ കാത്തു നിൽക്കുന്ന ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഇരുവരും പോകുന്നത്. ഇതിനുശേഷം നടക്കുന്ന പൊതുയോഗം അത് കിനാശ്ശേരിയിലാണ്. പൊതുയോഗത്തിൽ VD സതീശനാണ് സംസാരിക്കുന്നത്. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു പ്രസംഗം കൂടിയാകും VD സതീശൻ്റെത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ ആ റോഡ് ഷോ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കണ്ണാടി പഞ്ചായത്തിൽ കൂടിയുള്ള UDF സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. അവരുടെ ശക്തി കേന്ദ്രമല്ല, പക്ഷേ അവിടെ പോലും സ്ഥാനാർത്ഥിയുടെയും അവരുടെ സംഘടനാ സംവിധാനത്തിൻ്റെയും ശക്തി തെളിയിക്കുവാൻ ഉതകുന്ന തരത്തിലൊരു വലിയ റോഡ് ഷോയുമായാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം പാലക്കാട്ടെ മുൻ MLA ആയിരുന്ന ഷാഫി പറമ്പിലും മുന്നിൽ നിന്ന് നയിക്കുകയാണ് ആ റോഡ് ഷോ.